നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ കേരള പാഠാവലി 3ാമത്തെ പാഠമായ എന്താണ് അമ്മേ സ്വാതന്ത്ര്യം എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ് മക്കളെ? എന്താണ് അമ്മേ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന വാക്കിനർത്ഥം എന്താണെന്നറിയാവോ? ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും കഴിയുന്നതിനെയാണ് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. അതായത് ഒരാൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു തടസ്സവുമില്ലാത്ത അവസ്ഥയാണ് സ്വാതന്ത്ര്യമെന്ന് പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. 2024 ഓഗസ്റ്റ് 15 സ്കൂളിൽ ആഘോഷിച്ച സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് ഒരു കുട്ടി എഴുതിയ ഡയറി കുറിപ്പാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ പലയിടത്തും നടത്തുന്ന സ്വാതന്ത്ര്യ ദിന ആഘോഷത്തെക്കുറിച്ചും കുട്ടി ആ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നോക്കിയേ, 2024 ഓഗസ്റ്റ് 15 വ്യാഴം. ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. പതിവിലും നേരത്തെ സ്കൂളിൽ പോയി. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന 3 നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി. കുഞ്ഞു ദേശീയ പതാക കയ്യിലെടുത്തു. അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു. എനിക്ക് സന്തോഷമായി. വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ, കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ, വാഹനങ്ങളിലെല്ലാം മൂവർണ്ണ കൊടികൾ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഒരു സ്വതന്ത്ര രാജ്യമായി മാറാൻ സാധിച്ചത്. അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. 2024 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് കുട്ടി എഴുതിയിരിക്കുന്ന ഡയറി കുറിപ്പാണ്. പതിവിലും നേരത്തെ സ്കൂളിൽ പോയി. എല്ലാ ദിവസവും പോകുന്നതിനേക്കാൾ മുന്നേ ഇന്ന് സ്കൂളിൽ പോയി. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന 3 നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി. ചിത്രത്തിലേക്ക് നോക്കിയ മക്കളെ, അവിടെ കുട്ടിയുടെ ഷർട്ടിൽ കുത്തിയിരിക്കുന്നത് കണ്ടോ? ദേശീയ പതാകയുടെ നിറത്തിൽ നിർമ്മിക്കുന്ന ചെറിയ രൂപമാണ് കുട്ടിയുടെ ഷർട്ടിൽ കുത്തിയിരിക്കുന്നത്. അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള പതക്കം അച്ഛൻ കൊണ്ടുവന്ന് കൊടുത്തു. അത് കുട്ടി എന്ത് ചെയ്തു? ഷർട്ടിൽ കുത്തിയാണ് സ്കൂളിലേക്ക് പോയത്. കുഞ്ഞ് ദേശീയ പതാക എന്നിട്ട് എന്ത് ചെയ്തു? കയ്യിലും എടുത്തു. അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നു. അന്ന് കുട്ടിയോടൊപ്പം അമ്മയും സ്കൂളിലേക്ക് പോയി. എനിക്ക് സന്തോഷമായി. അമ്മയോടൊപ്പം സ്കൂളിലേക്ക് പോകുന്നത് കുട്ടിക്ക് വലിയ സന്തോഷമായിരുന്നു. വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ. പോകുന്ന വഴിയിലെല്ലാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നു. കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ എല്ലായിടവും കെട്ടി അലങ്കരിച്ചിരുന്നു. വാഹനങ്ങളിലെല്ലാം നമ്മുടെ ദേശീയ പതാക കാണാമായിരുന്നു. അടുത്ത പേജ് നോക്കിയേ. വഴിയിൽ പലയിടത്തും പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളും 3 നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂളിലും പായസം ഉണ്ടായിരുന്നു. അടപ്രഥമൻ. ഞങ്ങൾ പായസം കുടിച്ചു. നല്ല സ്വാദ്. എനിക്കിഷ്ടമായി. ഉച്ചയ്ക്ക് വീട്ടിലെത്തി. കൂട്ടുകാരോടൊപ്പം കളിച്ചു. ടിവിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ. വഴിയിൽ പലയിടത്തും പായസവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കിയേ, സ്കൂളിലേക്ക് പോകുന്ന വഴി സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടി എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടത്? വഴിയിൽ മുഴുവൻ നന്നായി അലങ്കരിച്ചിരുന്നു. അതിൽ കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ ധാരാളം കെട്ടിയിരുന്നു. പിന്നെയോ വാഹനങ്ങളിലെല്ലാം മൂവർണ്ണക്കൊടികൾ കാണാമായിരുന്നു. വഴിയിൽ പലയിടത്തും പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുന്നതും കുട്ടിക്ക് കാണാൻ കഴിഞ്ഞു. ഇനി നോക്കിയേ, സ്കൂളും 3 നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. കുങ്കുമം, വെള്ള, പച്ച തുടങ്ങിയ 3 നിറങ്ങൾ കൊണ്ട് സ്കൂളും മനോഹരമായി അലങ്കരിച്ചു. എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. എന്നിട്ടോ ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. ഹെഡ് മാസ്റ്ററാണ് ദേശീയ പതാക ഉയർത്തിയത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. സ്കൂളിലും പായസം ഉണ്ടായിരുന്നു. അടപ്രഥമൻ. ഞങ്ങൾ പായസം കുടിച്ചു. നല്ല സ്വാദ്. എനിക്കിഷ്ടമായി. എല്ലാ കുട്ടികൾക്കും പായസം ഇഷ്ടമല്ലേ? അപ്പോൾ സ്കൂളിലുണ്ടാക്കിയ പായസം എന്തായിരുന്നു? അടപ്രഥമനായിരുന്നു. അപ്പോൾ കൂട്ടുകാരോടൊപ്പം എല്ലാവരും ചേർന്ന് സ്വാദുള്ള പായസം സന്തോഷത്തോടു കൂടി ഇഷ്ടത്തോടും കൂടി എന്ത് ചെയ്തു?
കുടിച്ചു. എന്നിട്ടോ തിരിച്ച് ഉച്ചയ്ക്ക് വീട്ടിലെത്തിയ കുട്ടി കൂട്ടുകാരോടൊപ്പം കളിച്ചു. ടി വിയിലും ധാരാളം സ്വാതന്ത്ര്യദിന പരിപാടികൾ നമുക്കൊന്ന് കാണാൻ സാധിക്കും. താഴെ തന്നിട്ടുള്ള ചോദ്യം നോക്കിയേ. ഡയറി വായിച്ചല്ലോ, സ്വാതന്ത്ര്യ ദിനത്തിൽ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു? ഡയറിയിൽ കുട്ടി സ്കൂളിൽ നടത്തിയ എന്തെല്ലാം സ്വാതന്ത്ര്യദിന പരിപാടികളെ കുറിച്ചാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുള്ള തോരണങ്ങൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. കുട്ടികളും അധ്യാപകരും എല്ലാം സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. സ്കൂളിൽ പായസ വിതരണവും ഉണ്ടായിരുന്നു. ദേശീയ പതാക. നമ്മുടെ ദേശീയ പതാകയിൽ മുകളിൽ കുങ്കുമ നിറവും നടുക്ക് വെള്ളയും താഴെ പച്ചയും നിറങ്ങളാണ് ഉള്ളത്. മധ്യത്തിലായി നാവിക നീല, നേവി ബ്ലൂ നിറത്തിൽ 24 ആരക്കാലുകൾ ഉള്ള അശോക ചക്രവും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വെള്ളനാടയുടെ വീതിയുടെ 1/4 ഭാഗമാണ് അശോക ചക്രത്തിൻ്റെ വ്യാസം. ഇത് ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ധർമ്മത്തെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ പതാക നിർമ്മിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. ഖാദി തുണിയിലായിരിക്കണം പതാക നിർമ്മിക്കേണ്ടത്. നിർമ്മിക്കുമ്പോൾ 3:2 എന്ന അനുപാതം പാലിക്കുകയും വേണം. 3 നീളത്തെയും 2 വീതിയെയും സൂചിപ്പിക്കുന്നു. 2002 ജനുവരി 26 ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നു. നമ്മുടെ ദേശീയ പതാക ഇന്ത്യൻ കരസേനയുടെ യുദ്ധപതാകയും കൂടിയാണ്. ഇന്ത്യൻ കരസേനയുടെ സേനാവിന്യാസത്തിനും ഈ പതാക ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം ധീരതയുടെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ്. വെള്ള നിറം സത്യസന്ധത, സമാധാനം, വിശുദ്ധി എന്നിവയുടെയും, പച്ച നിറം വിശ്വാസം, ധീരത, സമൃദ്ധി എന്നിവയുടെയും പ്രതീകമാണ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. സ്വാതന്ത്ര്യദിനം. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ്. രാജ്യത്തുടനീളം അന്നേ ദിവസം ദേശീയ പതാക ഉയർത്തുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ചെങ്കോട്ടയുടെ ലാഹോറി ഗേറ്റിന് മുകളിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി. തുടർന്നുള്ള ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നിലവിലെ പ്രധാനമന്ത്രി പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് പതിവാണ്. പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും കൂടുതൽ വികസനത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പിന്നീട് ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുന്നു. പ്രസംഗത്തിന് ശേഷം ഇന്ത്യൻ സായുധ സേനകളുടെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും മാർച്ച് പാസ്റ്റ് നടക്കും. പരേഡുകളും മത്സരങ്ങളും സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ നിന്നുമുള്ള രംഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിന പരിപാടികൾ ഔദ്യോഗികമായി പ്രക്ഷേപണം ചെയ്യുന്നത് ദൂരദർശനാണ്. സംസ്ഥാന തലസ്ഥാനങ്ങളിലും സമാന പരിപാടികൾ നടക്കുന്നു. രാജ്യത്തുടനീളമുള്ള സർക്കാർ ഇതര സ്ഥാപനങ്ങളിലും പതാക ഉയർത്തൽ ചടങ്ങുകൾ, പരേഡുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ നടക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും പതാക ഉയർത്തൽ ചടങ്ങുകളും വിവിധ സാംസ്കാരിക പരിപാടികളും നടത്തുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസം രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. 2024 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം നാം അഭിമാനത്തോടെ ആഘോഷിച്ചു. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം, നീതി, കാരുണ്യം എന്നിവയ്ക്കായി നമുക്ക് തുടർന്നും പരിശ്രമിക്കാം. ദൈവം നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിക്കുകയും ശോഭനമായൊരു നാളെയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യട്ടെ. ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്